ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കാണിക്കുന്നത് കളയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി അതേ നിറത്തോടു കൂടി ഉള്ള തക്കാളി സോസാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഇവിടെ എടുത്തത് 1 കിലോ തക്കാളിയാണ്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്, ഒരു ഏലക്കായി, 3 കറാമ്പട്ട, 3 കറാമ്പൂവ്, ഇങ്ങനെ 3 എടുത്തു. 1/4 ഗ്ലാസ് വെള്ളത്തിൽ വേവിക്കുക. അത് ഒന്നൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വലിയ ഉള്ളിൻ്റെ ഒരു ചെറിയ കഷ്ണവും ഒരു 5-6 ഉള്ളി വെളുത്തുള്ളിയുമാണ് കേട്ടോ. നല്ല പോലെ വെന്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി ഒഴിച്ച് വെക്കുക. അത് ചൂടാറിയതിന് ശേഷം മിക്സിയിലോട്ട് അടിച്ചെടുക്കാം. ആ മിക്സിയിലോട്ട് അടിച്ചെടുക്കുന്നതിന് മുമ്പ് ഈ കറാമ്പട്ടയും കറാമ്പൂവും ഏലക്കായൊക്കെ അതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം. അത് കൂട്ടി അടിച്ചാൽ വേറെ ചൊയക്കാരട്ടോ, അതുകൊണ്ട് അത് ഒഴിവാക്കി അടിക്കാവൂ. അങ്ങനെ നല്ല പോലെ അടിച്ചെടുത്ത് അത് അരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അരിച്ചെടുത്തത് അതിൽ കുറച്ച് ചണ്ടികൾ ഉണ്ടാവും. നമ്മൾ തക്കാളിൻ്റെ കുരു, ബീട്രൂട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒഴിവാക്കുക. എന്നിട്ടതൊരു ചീഞ്ചട്ടിയിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഗ്യാസ്മേ വെച്ച് നല്ല പോലെ കുറുകി കിട്ടണം, അതിനാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പ്, 2 ഗ്ലാസ് പഞ്ചസാര, കുറച്ച് വിനാഗിരി, എരിവിന് ആവശ്യമായ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക, അല്ലെങ്കിൽ മുളക് പൊടി. ഞാനിവിടെ മുളക് പൊടി കേട്ടോ ഇട്ടെടുത്തത്. നല്ല പോലെ കുറുകി കിട്ടും. പിന്നെ ഇത് കുറുകി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ഒഴിച്ചെടുക്കുക. 1 സ്പൂൺ എടുത്താണ്ട് കലക്കാണ്ട് ഒഴിച്ചെടുക്കുക. പിന്നെ നല്ല അടച്ച് മൂടി വെക്കരുത് കേട്ടോ. തീ ഓഫാക്കിയതിന് ശേഷം ഇതേമാതിരി തുറന്ന് മൂടി വെക്കുക. ഇത് എന്നിട്ട് 1 ആഴ്ച 2 ആഴ്ച വരെയൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരും മറക്കല്ലേ. നല്ല ടേസ്റ്റുള്ള